തന്നെ വീണ്ടും യുദ്ധമുഖത്തെത്തിക്കാൻ നീക്കമെന്ന് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട മലയാളി യുവാവ്. യുദ്ധത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജെയിൻ കുര്യനാണ് സർക്കാരുകളോട് സഹായ അഭ്യർത്ഥനയുമായി വീണ്ടും എത്തിയത്. ജനുവരി 7-ന് ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെയിൻ 3 മാസമായി ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. My name is Jain D.K. I am from Kerala. Right now, I am in the Russian army. I had an accident in January 2025. Still, I am admitted in a hospital in Moscow. Me and my brother-in-law arrived in Russia in April 4th, 2024 for a job in a canteen. After that, we recruited in a Russian army without our consent and as sent to the warfield. On January 4th, 2025, my brother-in-law died in a drone attack and I was admitted in the hospital with a serious injury. My name is Jain D. സൂരജ് സജിയുടെ വിശദാംശങ്ങളുമായി. സൂരജ്, അങ്ങേറ്റം സങ്കടകരമാണ് വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ. ജെയിൻ്റെ സാഹചര്യം നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറത്താണ്. കബളിപ്പിക്കപ്പെട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയതും കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ടു പോയതും. എന്താണ് മാർഗം രക്ഷിക്കാൻ? പല വഴിക്കുള്ള ശ്രമങ്ങൾ, നയതന്ത്ര വഴികളിലൊക്കെയുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടു പോയതാണ്. ഒപ്പം ഉണ്ടായിരുന്ന ബന്ധുവിൻ്റെ സുഹൃത്തിൻ്റെ മരണം കണ്ട മനുഷ്യനാണ് ഈ വീണ്ടും സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. ഗോകുൽ, യുദ്ധമുഖത്ത് മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആളാണ് ഈ ജെയിൻ എന്ന് പറയുന്നത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ഈ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായി എത്തപ്പെടുകയും സമ്മതമില്ലാതെ ഈ ആർമിയുടെ യുദ്ധമുഖത്തേക്ക് എത്തപ്പെട്ട ആളുമാണ് ജെയിൻ. ജെയിന്റെ ബന്ധു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ യുദ്ധമുഖത്ത് തന്നെ, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് യുദ്ധമുഖത്ത് മരിച്ചത്, ബിനിൽ ബാബു. ഈ ബിനിൽ ബാബു മരിച്ച ആ സമയത്ത് തന്നെ ജെയിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ ഈ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ജെയിൻ ഈ ചികിത്സയിൽ നിന്ന് രോഗം പൂർണ്ണമായി മാറി മുക്തനായതോടുകൂടിയാണ് വീണ്ടും യുദ്ധമുഖത്തേക്ക് ജെയിനെ എത്തിക്കാൻ വേണ്ടി നീക്കം തുടങ്ങിയത്. ഇത് വിശദീകരിച്ചുകൊണ്ട് ജെയിൻ കുടുംബാംഗങ്ങൾക്ക് അയച്ച വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ ഇവരുടെ ഈ കരാർ അവസാനിച്ചെങ്കിൽ പോലും തന്റെ സമ്മതം കൂടാതെ വീണ്ടും യുദ്ധമുഖത്തേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ജെയിൻ പറയുന്നത്. മോചനത്തിന് വേണ്ടി പ്രധാനമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നും ജെയിൻ ആവശ്യപ്പെടുന്നു. നേരത്തെ ഈ കേന്ദ്രമന്ത്രിമാരടക്കം ഈ കുടുംബം സമീപിച്ചതാണ് ഇവരുടെ മോചനം ആവശ്യപ്പെട്ടു. പക്ഷേ അതിനുള്ള ഒരു നടപടികളും മുന്നോട്ട് പോയില്ല. അതിനിടയിലായിരുന്നു ബിനിലിന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ജെയിനെ കൂടി വീണ്ടും യുദ്ധമുഖത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളത് കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഗോകുൽ, തീർച്ചയായിട്ടും ജെയിന്റെ വാക്കുകൾ അങ്ങേയറ്റം അലോസരപ്പെടുത്തുന്നതാണ്. ഇനി ഇത്രയേറെ മാസം, 3 മാസത്തോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷം, അതും സുഹൃത്തും ബന്ധുവുമായ ബിനിലിന്റെ മരണം മുന്നിൽ കണ്ടാണ്, അങ്ങനെ മരണമുഖത്തു നിന്ന് രക്ഷപ്പെട്ടു വന്നാണ് വീണ്ടും യുദ്ധത്തിലേക്ക് കൊണ്ടിടാൻ ശ്രമിക്കുന്നുവെന്നാണ് ജെയിൻ പറയുന്നത്. അടിയന്തരമായ ഇടപെടലാണ് ജെയിനും ജെയിന്റെ കുടുംബവും ആവശ്യപ്പെടുന്നത്.